So Fine, the complete wedding movie. യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാ പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായൊരുക്കിയെന്നെ എന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാ നിത്യമാം ജീവൻ നേടാ തൃക്കൈകളീ ഭൂമി താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താലൊരുക്കി ആ ജീവനേകുവാനിതാ വരുന്നു എൻ ജീവിതം യാഗമായേകിടുവാൻ ആ ജീവനേകുവാനിതാ വരുന്നു എൻ ജീവിതം യാഗമായേകിടുവാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ നിത്യമാം ജീവൻ നേടാൻ ആഹിതം നിറവേറ്റാനിതാ വരുന്നു എൻ ഹിതം യാഗമായേകിടുവാൻ ആഹിതം നിറവേറ്റാനിതാ വരുന്നു എൻ ഹിതം യാഗമായേകിടുവാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ നിത്യമാം ജീവൻ നേടാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ I, the Lord of sea and sky, I have heard my people cry, all who dwell in dark and sin, my hand will save. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ
ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. തിരുവൾത്താരയിൽ നിനക്കായി ബലിയാകാൻ വന്നൊരു ഇടയൻ. തിരുവഴിയിൽ നിന്നു നീ അകലാതിരിക്കുവാൻ തിരുവചനം പകരുന്ന ഗുരുവാണവൻ. ആ ഇടയന്റെ കണ്ണുനീർ വീഴ്ത്തരുതേ. ആ നെഞ്ചു പിടയുവാൻ, ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ആ നെഞ്ചു പിടയുവാൻ, ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ആശകളെല്ലാം പരികർമ്മം ചെയ്ത് നിന്നെ വിശുദ്ധനായി തീർക്കുന്നവൻ. അന്ത്യനേരത്ത് ലേപനം പൂശി പറുദീസ ഒരുക്കുന്ന നല്ലിടയൻ. ആ ഇടയന്റെ കണ്ണുനീർ വീഴ്ത്തരുതേ. ആ നെഞ്ചു പിടയുവാൻ, ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ആ നെഞ്ചു പിടയുവാൻ, ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ.
കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. ആ വെള്ളിക്കാസയൊന്നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. യൗവനം പൂക്കുന്ന പടിവാതിൽ, പഠനം ജ്വലിക്കുന്ന ദിവസങ്ങളിൽ ഇനി എന്തു വേണമെന്നോർത്തതില്ല. ഇതു ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞു. എൻ മാതൃനാടിനും മാതാപിതാക്കൾക്കും അഭിമാനമാകുവാനാഗ്രഹിച്ചു. എല്ലാറ്റിനും മേലെ ദൈവവിളിയങ്ങേ അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു, അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. പരിശീലനത്തിൻ്റെ വർഷങ്ങളിൽ ഈ ദിനമായിരുന്നെൻ്റെ സ്വപ്നം. 1000 തിരികളൻ മാനസത്തിൻ അൾത്താര തന്നിലായി തെളിഞ്ഞു നിന്നു. ആളുകളനവധി എൻ കരം മുത്തി, സോദരങ്ങൾ വന്നാശ്ലേഷിച്ചു. പ്രാർത്ഥന ചൊല്ലുമ്പോഴും പാട്ടുപാടുമ്പോഴും എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു, എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. ദൈവിക കൃപാവരത്തിന്റെ ധന്യമുഹൂർത്തത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യേശു ക്രിസ്തുവിന്റെ അഭിഷേകത്തിലും ദൗത്യത്തിലും പങ്കാളിയാകുന്ന വ്യക്തിയാണ് പുരോഹിതൻ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വളരെ വിലപ്പെട്ടവൻ, അനേകർക്ക് മോചനദ്രവ്യമാകുവാൻ വിളിക്കപ്പെട്ടവൻ. ഈ വിളിക്ക് പ്രത്യുത്തരം നൽകി ഡീക്കൻ ജിനു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. പരിശുദ്ധ പിതാവേ, സത്യത്തിൽ ഇവരെ പവിത്രീകരിക്കണമേ. അങ്ങ് എന്നെ ലോകത്തിലേക്ക്
അയച്ചതുപോലെ ഞാൻ ഇവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഈ അയക്കപ്പെടൽ വചനത്തിന്റെയും കൂദാശകളുടെയും ശുശ്രൂഷ വഴി ചിതറിപ്പോയ ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുകയാണ് പുരോഹിതൻ ചെയ്യുക. പുരോഹിതൻ അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും സഹതാപത്തോടെ പെരുമാറുകയും ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലിയർപ്പിക്കുന്നു. ഇപ്രകാരം ഇന്ന് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഡീക്കൻ ജിനു പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നു. നെടുവാനുള്ള പരിശുദ്ധ ത്രിത്വ ദേവാലയത്തിൽ ശ്രീ രാജേന്ദ്രന്റെയും ശ്രീമതി നിർമ്മലയുടെയും മകനായി 1991 സെപ്റ്റംബർ മാസം 26-ാം തീയതി ഡീക്കൻ ജിനു ജനിച്ചു. ജിജി ആറൻ, ജിബിൻ ആറൻ എന്നിവരാണ് സഹോദരങ്ങൾ. 1992 ജൂൺ 6 റവറൻഡ് മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്ററിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച ഡീക്കൻ ജിനു മാതാപിതാക്കളും ജ്ഞാനപിതാക്കളും തെളിച്ച വിശ്വാസ വഴിയിലൂടെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു. 2006 ഡിസംബർ 9-ാം തീയതി അഭിവന്യ വിൻസെന്റ് സാമുവൽ പിതാവിൽ നിന്ന് സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തന്റെ പ്രാഥമിക പഠനം ഹോളി ട്രിനിറ്റി സ്കൂൾ നെടുവാൻമലയിലും ഇവാൻസ് ഹൈസ്കൂളിലും പൂർത്തിയാക്കി. 2009 ജൂൺ മാസം 7-ാം തീയതി പേയാട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയേഴ്സ് മൈനർ സെമിനാരിയിലേക്ക് വൈദിക പരിശീലനത്തിനായി പ്രവേശിച്ചു. സെന്റ് പീറ്റേഴ്സ് പോണ്ടിഫിക്കൽ സെമിനാരി ബാംഗ്ലൂർ, സെന്റ് ജോസഫ് പോണ്ടിഫിക്കൽ സെമിനാരി ആലുവ എന്നിവിടങ്ങളിൽ തത്വശാസ്ത്ര പഠനവും റോമിലെ സേദസ് സാപ്പിയൻ സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി. 2020 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അഭിവന്യ ലിവിയോ കോർസ പിതാവിൽ നിന്ന് നെയ്യാറ്റിൻകര രൂപതയിൽ വട്ടപ്പാറ ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലും ഡീക്കൻ ശുശ്രൂഷ ചെയ്തു. തെരഞ്ഞെടുപ്പ് ശ്രേഷ്ഠമാകുന്നത് അർത്ഥിയുടെ സമ്പൂർണ്ണ സമർപ്പണമാണ്. ജീവിതത്തിൽ തികഞ്ഞ ബോധ്യത്തോടും ആത്മസമർപ്പണത്തോടും സധൈര്യം സന്തോഷപൂർവ്വം കർത്താവിന്റെ ഹിതം നിറവേറ്റുവാൻ ഡീക്കൻ ജിനു തിരുപ്പട്ട സ്വീകരണത്തിനൊരുങ്ങി ഈ അൾത്താരയെ സമീപിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാം, പ്രാർത്ഥനാശംസകൾ നേരാം. ഇന്നത്തെ വൈദിക പട്ടദാന കർമ്മത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ദൈവവചന പ്രഘോഷണ കർമ്മം, തിരുപ്പട്ടദാന കർമ്മം, സ്തോത്രയാഗ കർമ്മം. ബലിയോടും ബലിപീഠത്തോടും ചേർന്ന് കാൽവരിയുടെ വിരിമാറിൽ ബലിയായി ബലിയേകാൻ സദാ സന്നദ്ധനായി ഇതാ ഡീക്കൻ ജിനു. പ്രാർത്ഥനാ നിർഭരമായി കൂപ്പുകരങ്ങളോടെ ഈ സ്നേഹബലിയിൽ പങ്കുചേരാം. നമുക്ക് ഗായിക സംഘത്തോടൊപ്പം പ്രവേശന ഗാനം ആലപിക്കാം. Oh
പ്രിയ മോൺസിഞ്ഞോർമാരെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സിസ്റ്റേഴ്സ്, ഇന്ന് അഭിഷിക്തനാകുവാൻ പോകുന്ന പ്രിയപ്പെട്ട ഡീക്കൻ ജിനു, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ, കുടുംബത്തിലുള്ളവരെ, പ്രിയ സഹോദരരെ, അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നിമിഷമാണ് ഇത്. നമ്മുടെ പ്രിയപ്പെട്ട നെടുവമള ഇടവകയിൽ നിന്ന് ഡീക്കൻ ജിനു അഭിനന്ദ പിതാവിൻ്റെ ശുശ്രൂഷയിലൂടെ ശുശ്രൂഷയുടെ വൈദികനായി ഇത് അഭിഷിക്തനാകുവാൻ പോവുകയാണ്. 11 വർഷത്തെ പ്രാർത്ഥനയ്ക്കും പഠനത്തിന് ശേഷം, ഇവിടെയും വിദേശത്തുമുള്ള പഠനത്തിന് ശേഷം അദ്ദേഹം ഇതാ അഭിഷിക്തനാകുന്നു. വൈദിക ജീവിതം എത്രയോ ധന്യമാണെന്നും ആ ധന്യതയിൽ യേശുവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കേണ്ട, പ്രവർത്തിക്കേണ്ട, മുന്നോട്ട് നീങ്ങേണ്ട, മറ്റുള്ളവർക്ക് ആശ്വാസവും ധൈര്യവും അനുഗ്രഹവും എല്ലാം ഏകേണ്ട ഒരു ജീവിതമാണ് അതെന്ന് അദ്ദേഹം ഇതിനോടൊപ്പം മനസ്സിലായി കഴിഞ്ഞു. ഈ ധന്യതയിൽ നിന്നുകൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും യേശുവിനോടൊപ്പം അതിജീവിച്ചു നിന്ന് ഒരു വൈദികനായി അവസാനം വരെ യേശുവിൻ്റെ ശുശ്രൂഷകനായി ജീവിക്കാമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുക്കുവാനായിട്ട് പോവുക. യേശു നമ്മോടെല്ലാം പറഞ്ഞതുപോലെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. എന്നോടൊപ്പം എന്നും എപ്പോഴും വിശ്വസ്തപൂർവ്വം ജീവിക്കണം. എൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ എൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും മാറണം. അതാണ് യേശു ആഗ്രഹിക്കുക. ഈ ധന്യതയിൽ നിന്നുകൊണ്ട് ആ പരിശുദ്ധമായ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് നല്ലൊരു അജപാലകനായി ജീവിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ജിനുവിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിനന്ദ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ശുശ്രൂഷയിൽ നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം പങ്കുചേരാം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ജനത്തെ നയിക്കുന്നതിന് വൈദികരുടെ ശുശ്രൂഷ എന്നും അങ്ങ് ഉപയോഗിക്കുന്നുവല്ലോ. ഇന്ന് വൈദിക ശുശ്രൂഷയിലേക്ക് അങ്ങ് തിരഞ്ഞെടുക്കാൻ തിരുമനസ്സായ അങ്ങയുടെ സഭയുടെ ഈ ഡീക്കന് അങ്ങേ തിരുമനസ്സിനോടുള്ള നിരന്തര വിധേയത്വം നൽകണമേ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ധർമ്മത്താലും ജീവിതത്താലും ക്രിസ്തുവിൽ അങ്ങേ മഹത്വം പ്രാപിക്കുവാൻ ഇദ്ദേഹത്തെ പ്രാപ്തനാക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. എന്നെ അയച്ചാലും എന്ന പ്രാർത്ഥനയോടും അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി തീരാനും കൃപ ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടും വർണ്ണനാതീതമായ ദൈവത്തിൻ്റെ വചനത്തിനായി കാതോർക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാലിന്യവും വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന്റെ വചനം. കർത്താവേ
കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയെന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. കർത്താവിൻ്റെ വചനം. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുന്നതിനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്നും കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ആരംഭിക്കുന്നു. അർത്ഥിയെ തിരഞ്ഞെടുക്കൽ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഈ വചനം ഇവിടെ അനുസ്മരിക്കുന്നു. ഇപ്പോൾ തിരുപ്പട്ടം സ്വീകരിക്കാനുള്ള അർത്ഥിയെ പെരിയ ബഹുമാനപ്പെട്ട റെക്ടർ ഫാദർ ക്രിസ്തുദാസ് തോംസൺ ദൈവജനമധ്യയിൽ നിന്ന് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ ദാനമായ ഡീക്കൻ ജിനു ആജീവനാന്തം കർത്താവിനുള്ളവരായിരിക്കും എന്ന വാഗ്ദാനത്തോടെ പ്രിയപ്പെട്ടവർ അൽത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ സമർപ്പിക്കുന്നു. സ്വീകരിക്കാനുള്ളയാൾ മുന്നോട്ട് വരിക. ഡീക്കൻ ജിനു. ദൈവത്തിന് സ്തുതി.
അഭിമന്യ പിതാവേ, ഈ നിൽക്കുന്ന സഹോദരന് വൈദിക പട്ടം നൽകണമെന്ന് തിരുസഭാ മാതാവ് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ഇയാൾ ഈ ഉന്നത പദവിക്ക് അർഹനാണെന്ന് അച്ഛന് ബോധ്യമുണ്ടോ? ദൈവജനത്തോടും ചുമതലപ്പെട്ടവരോടും ആരാഞ്ഞതിൽ ഇദ്ദേഹം അർഹനാണെന്ന് എനിക്ക് തീർത്തു പറയുവാൻ കഴിയും. നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സഹോദരനെ വൈദിക പദവിയിലേക്ക് നാം തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന് നന്ദി. ഉദ്ബോധനം. തിരുപ്പട്ട സ്വീകരണം വഴി മെത്രാന്മാരുടെ പൗരോഹിത്യത്തിൽ പങ്കാളിയും നിത്യപുരോഹിതനായ ക്രിസ്തുവിന് അനുരൂപനുമാകുവാൻ ഡീക്കൻ ജിനു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. പുരോഹിതന്റെ ചുമതലകളും പൗരോഹിത്യത്തിന്റെ മഹാത്മ്യവും അഭിമന്യ പിതാവ് ഇപ്പോൾ ഉദ്ബോധിപ്പിക്കുന്നു. വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഡീക്കൻ ജിനുവിൻ്റെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ രൂപതയ്ക്ക് സന്തോഷത്തിൻ്റെ ഒരു ദിനം കൂടി വന്നു ചേർന്നിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഡീക്കൻ ജിനു ഇന്ന് വൈദികനായിത്തീരുന്നു. ദൈർഘ്യമേറിയ വൈദിക പരിശീലനത്തിൻ്റെ പൂർത്തിയിൽ ഡീക്കൻ ജിനു ഇന്ന് വൈദിക പട്ടം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് പൗരോഹിത്യ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വിജയങ്ങളും അഭിനന്ദനങ്ങളും നാം അർപ്പിക്കുന്നു. ഡീക്കൻ ജിനുവിനെ സഭാ ശുശ്രൂഷയ്ക്കായി നൽകിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ തിരുസന്നിധിയിൽ അനുസ്മരിക്കുന്നു. ഓരോ പുരോഹിതനും കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ദൈവം തൻ്റെ സ്വന്തം പുത്രനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ലോകത്തിലേക്ക് അയച്ചു, ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി. യേശു അക്കാര്യം നിക്കോദേമോസിനോട് എടുത്തു പറഞ്ഞതായി യോഹന്നാൻ 3:16-17 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അതിനെ രക്ഷിക്കാനാണ് എന്ന് ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് പുരോഹിതനായി നിയോഗിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ എന്നും എപ്പോഴും ജീവിക്കുവാനും ദൈവത്തിൻ്റെ രക്ഷാകര അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനും അത് തൻ്റെ അജഗണത്തിലെ എല്ലാ വ്യക്തികൾക്കും പകർന്നു കൊടുത്ത് അവരെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് ആനയിക്കാനും വേണ്ടിയാണ്. യേശു തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ നസ്രത്തിലെ സിനഗോഗിൽ അവകാശപ്പെട്ടതും ഇക്കാര്യം തന്നെയാണ്. കർത്താവിൻ്റെ ആത്മാവ് എന്നിലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ദുഃഖിതർക്ക് സാന്ത്വനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും രക്ഷാകർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന് സ്വീകാര്യമായ വത്സരം അജഗണത്തിലെ എല്ലാ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പകർന്നു കൊടുക്കുവാൻ, കാണിച്ചു കൊടുക്കുവാൻ, ആ കർത്താവിൻ്റെ അനുഗ്രഹീത കൃപയുടെ മാർഗത്തിൽ എന്നും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ആയിട്ടാണ് ഓരോ പുരോഹിതനും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. ഓരോ പുരോഹിതനും ജനങ്ങളുടെ ഇടയിൽ നിന്നും
വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് അയക്കപ്പെടുന്നവനാണ്. കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനും ആ സുവിശേഷ മാർഗത്തിൽ എല്ലാ മനുഷ്യരും ജീവിക്കുവാൻ പ്രചോദനവും മാർഗനിർദ്ദേശവും നേതൃത്വവും നൽകുവാൻ വേണ്ടി എല്ലാ മനുഷ്യരെയും സുവിശേഷം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും സുവിശേഷ മാർഗത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഓരോ പുരോഹിതനും അജപാലകനെന്ന നിലയിൽ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഓരോ പുരോഹിതനും രക്ഷാകര ബലി അർപ്പിച്ച് ദൈവജനത്തെ വിശുദ്ധീകരിക്കുവാനും കുദാശകർമ്മങ്ങൾ ആഘോഷിച്ചുകൊണ്ടും അനുഷ്ഠിച്ചുകൊണ്ടും ദൈവകൃപ നേടിക്കൊടുക്കുവാനും ഓരോ പുരോഹിതനും ദൗത്യമുണ്ട്. ആ ദൗത്യം ഓരോ അജപാലകനും ഓരോ ദിവസവും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ദൈവജനത്തെ ചിതറിക്കിടക്കുന്ന ദൈവജനത്തെ വ്യത്യസ്ത ചിന്താഗതിക്കാരും ജീവിത രീതികൾ പഠിപ്പിച്ചു നൽകിയ പാഠങ്ങളനുസരിച്ച് ആയിരിക്കണമെന്നും സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും സ്വന്തം ഇഷ്ടമനുസരിച്ചല്ല പുരോഹിതരായി തീരുന്നത് കർത്താവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും കൊണ്ട്. ഓരോരുത്തരും സ്വന്തം ഇഷ്ടമല്ല അജപാലന ശുശ്രൂഷയിൽ പ്രാവർത്തികമാക്കുന്നത് സ്നേഹവും കാരുണ്യവും നിറഞ്ഞ കർത്താവിൻ്റെ തിരുമനസ്സാണ് പൗരോഹിത്യ ശുശ്രൂഷയിൽ ഓരോ വൈദികനും നിറവേറ്റുന്നത്. ആരെയും സമൂഹത്തിൽ നിന്ന് പുറത്താക്കുവാനല്ല, എല്ലാവരെയും സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരുവാനും ക്രിസ്തുവിൻ്റെ ഏക ശരീരമാക്കി തീർക്കുവാനും വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ഏക ശരീരമാക്കി തീർക്കുന്നതിലൂടെയാണ് ഓരോ വൈദികനും ജനങ്ങൾക്ക് വേണ്ടി സ്വയം അർപ്പിക്കുന്നത്. അതിന് മാതൃക യേശു തന്നെ. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും ജീവിച്ചു പ്രവർത്തിച്ചു, അതുപോലെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ എനിക്ക് വേണ്ടി ജീവിക്കണം, പ്രവർത്തിക്കണം. അങ്ങനെ ഓരോ അജഗണ സമൂഹത്തെയും എൻ്റെ സ്വന്തമാക്കി തീർക്കണം. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലും സാമൂഹ്യ ചുറ്റുപാടുകളിലും ജീവിക്കുന്നവർ തങ്ങൾക്കിഷ്ടമുള്ള വിധം ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും അവകാശമുള്ളവരാണ്. എന്നാൽ ആ അവകാശമെല്ലാം കർത്താവിൻ്റെ തിരുവിഷ്ടത്തിന് മുൻപിൽ അടിയറ വയ്ക്കുകയും കർത്താവിൻ്റെ തിരുവിഷ്ടം സ്വന്തം ഇഷ്ടമായി സ്വീകരിക്കുകയും കർത്താവ് നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കുരിശിൻ്റെയും മാർഗത്തിൽ ജീവിക്കുവാൻ വൈദികർക്ക് കടമയുണ്ട്. ഈ കടമ നിറവേറ്റുവാൻ സാധിക്കണമെങ്കിൽ യേശു പറഞ്ഞതുപോലെ മുന്തിരി ചെടിയിൽ ചേർന്ന് നിൽക്കുന്ന ശാഖയ്ക്ക് ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. തന്നിൽ വസിക്കാതെ ആർക്കും ഒരു സൽഫലവും പുറപ്പെടുവിക്കുവാൻ സാധ്യമല്ലായിരുന്നു. കർത്താവിനോട് ചേർന്ന് നിൽക്കുകയും ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് ക്രിസ്തുവുമായി ഒന്നായി ജീവിക്കുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ മനോഭാവം വൈദികർക്ക് ഉണ്ടാകും. യേശുവിൻ്റെ മനോഭാവം സ്വന്തം ഇഷ്ടം നിറവേറ്റുക എന്നതായിരുന്നില്ല, മറിച്ച് മരണത്തോളം, അതേ കുരിശുമരണത്തോളം ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി ജീവിക്കുക ആയിരുന്നു. ദൈവപിതാവിൻ്റെ ഇഷ്ടം അവിടുന്ന് പീഡകൾ സഹിക്കണമെന്നും മരിക്കണമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കണമെന്നതും ആയിരുന്നു. അതേ അക്കാര്യം യേശുവിന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. ഈ ബോധ്യം ഓരോ വൈദികനും കണ്ടെത്തേണ്ടതാണ്, വച്ചു പുലർത്തേണ്ടതാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. സ്നേഹം എന്നും ത്യാഗം ആവശ്യപ്പെടുന്ന വലിയ സത്യമാണ്. സ്നേഹം എന്നും ത്യാഗം ആവശ്യപ്പെടുന്നത് ത്യാഗമനുഷ്ഠിക്കുവാനുള്ള സന്നദ്ധതയനുസരിച്ചായിരിക്കും സ്നേഹം പ്രകടമാക്കുവാൻ, സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഓരോ അജപാലകനും സാധിക്കുന്നത്. എല്ലാം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ചിന്തിക്കണം, പ്രവർത്തിക്കണം, പ്രാവർത്തികമാക്കണം. നാം നീതിമാന്മാരാണ്, മറ്റുള്ളവർ നീതിമാന്മാരല്ല എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്.
ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. നാം ഓക്കെ ആണെങ്കിൽ മറ്റുള്ളവരും ഓക്കെ ആയിത്തീരും എന്നതാണ് സത്യം. നാം ഓക്കെ ആണെങ്കിൽ മറ്റുള്ളവരെ ഓക്കെ ആക്കി തീർക്കുവാൻ സാധിക്കും എന്നതാണ് സത്യം. അങ്ങനെ ആക്കി തീർക്കുവാൻ നമുക്ക് ത്യാഗം ആവശ്യമാണ്, സന്മനസ് ആവശ്യമാണ്, സ്നേഹം ആവശ്യമാണ്, എളിമയും കാരുണ്യവും ആവശ്യമാണ്. അതിലുപരി കർത്താവിനുള്ള മനോഭാവം, മഹാമനസ്കത നാം നേടേണ്ടതുമാണ്. നാം കൽപ്പിക്കുന്നതെല്ലാം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, നടപ്പിലാക്കുകയില്ല. എന്നാൽ ഏറ്റെടുക്കും. അത് നമ്മുടെ അജപാലനത്തിന് സഹായകമായി തീരുകയും ചെയ്യും. നമ്മുടെ ആരാധനാകർമ്മങ്ങളും അജപാലന കർത്തവ്യങ്ങളും ആവിധം ക്രിസ്തു സ്നേഹത്തിൽ ഒന്നാക്കി തീർക്കുവാൻ എത്രയധികമായി നാം കഷ്ടപ്പെടുന്നുവോ, ത്യാഗമനുഷ്ഠിക്കുന്നുവോ, അത്രയധികമായി നമ്മുടെ ശുശ്രൂഷ ഫലവത്തായിത്തീരും. അങ്ങനെ ദൈവജനത്തെ മുഴുവൻ വിശദീകരിക്കുവാനും സുവിശേഷ മാർഗത്തിൽ നയിക്കുവാനും രക്ഷയുടെ പൂർണ്ണതയിൽ ദൈവപിതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കുവാനും സാധിക്കും. അതിന് കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തരായവരാണ് നാം എല്ലാവരും. കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തരാകുന്ന എല്ലാവരും കർത്താവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാൻ എല്ലാ നിമിഷവും എല്ലാ നേരവും ശ്രദ്ധാലുക്കളായിരിക്കണം. കർത്താവിൻ്റെ മനസ്സെന്തെന്ന്, കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എങ്ങനെയെന്ന് നാം കർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കണം. അത് പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കണം. നാം എപ്പോഴും കർത്താവിൻ്റെ കൂടെ നടക്കേണ്ടവരും കർത്താവിനോടൊപ്പം ആയിരിക്കേണ്ടവരും കർത്താവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുന്നവരും കർത്താവ് നമുക്ക് നൽകിയ കടമകൾ നിറവേറ്റുവാൻ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ആയിത്തീരണം. അങ്ങനെ നമ്മുടെ വൈദിക ധർമ്മം നാം മഹത്വപൂർവം നിറവേറ്റി തീർക്കും. രക്ഷാകര മാർഗത്തിലൂടെ നാം ഓരോരുത്തരും ജീവിക്കും. ആ മാർഗത്തിലൂടെ നമ്മുടെ അജഗണത്തെ മുഴുവൻ നയിക്കുവാൻ നമുക്ക് സാധിക്കും. അജഗണമായ എല്ലാ വിശ്വാസികളും കർത്താവിൻ്റെ സ്നേഹത്തിനായി ദാഹിക്കണം, കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ ആശ്രയിക്കണം. അങ്ങനെ നിങ്ങൾക്ക് രക്ഷാകര അനുഗ്രഹങ്ങൾ നേടുവാൻ സാധിക്കും. രക്ഷയുടെ മാർഗമായ സുവിശേഷ മാർഗത്തിൽ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കും. ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കും. പാവപ്പെട്ടവരോടും ദുഃഖിതരോടും നിരാലംബരോടും അടിച്ചമർത്തപ്പെട്ടവരോടും നാം അത്രയധികം സ്നേഹവും കാരുണ്യവും കാണിക്കുന്നുവോ അത്രയധികമായി അവരെ കർത്താവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. വൈദികർക്കും അന്യായർക്കും ഇത് ഒരുപോലെ ആപ്ലിക്കബിളാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാനുള്ള അടിസ്ഥാന മനോഭാവം, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ നാം പരിശ്രമിക്കണം. ആ സ്നേഹം എല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ നാം തീരുമാനിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ നാം തന്നെ രക്ഷ നേടും. നമ്മുടെ അജഗണങ്ങളെ എല്ലാ വിശ്വാസികളെയും രക്ഷയിലേക്ക് ആനയിക്കുവാൻ സാധിക്കും. അതിന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈദിക പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടയാൾ ഏറ്റെടുക്കുവാൻ പോകുന്ന പൗരോഹിത്യ ധർമ്മം യഥാവിധി നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയവും സന്നദ്ധതയും തിരുസഭാ പാരമ്പര്യത്തോടും ദിവ്യരഹസ്യത്തോടുമുള്ള വിശ്വസ്തതയും കടപ്പാടും ദൈവജന സമക്ഷം പ്രഖ്യാപിക്കുന്നു. ദൈവജനത്തോടുള്ള താൽപ്പര്യവും തിരുവചനത്തോടുള്ള വിശ്വസ്തതയും അജപാലന ശുശ്രൂഷയ്ക്കുള്ള തീക്ഷ്ണതയും ദൃഢതയും അർത്ഥിക്കുണ്ടോ എന്ന് അഭിമന്യ പിതാവ് 4 ചോദ്യങ്ങൾ ചോദിച്ച് പരിശോധിക്കുന്നു. മാനസ
പട്ടം സ്വീകരിക്കുന്നതിന് മുൻപ് അതോടൊപ്പം നീ ഏറ്റെടുക്കുവാൻ പോകുന്ന വൈദിക ചുമതലകൾ യഥാവിധി നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയം നീ ഇപ്പോൾ ദൈവജന സമക്ഷം പ്രഖ്യാപിക്കണം. മെത്രാന്മാരുടെ വിശ്വസ്ത സഹപ്രവർത്തകൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ക്രിസ്തുവിൻ്റെ അജഗണത്തിന് സേവനമനുഷ്ഠിച്ച് പുരോഹിത കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ നീ സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനും വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിനും വേണ്ടി തിരുസഭയുടെ പാരമ്പര്യത്തിനനുസൃതമായി ക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയോടും വിശ്വസ്തയോടും കൂടെ അനുഷ്ഠിക്കുവാൻ നീ സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. സുവിശേഷം പ്രസംഗിച്ചും സഭയുടെ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിച്ചും ദൈവവചന പ്രഘോഷണ കർമ്മം യഥായോഗ്യം നിറവേറ്റുവാൻ നീ സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. സ്വർഗസ്ഥനായ പിതാവിന് തന്നെ ബലിയർപ്പിച്ച മഹാപുരോഹിതനായ ക്രിസ്തുനാഥനോട് അനുദിനം അവഗാഢം യോജിച്ച് പുണ്യത്തിൽ അഭ്യർത്ഥിപ്പെടുവാനും ജനങ്ങളുടെ നിത്യരക്ഷയ്ക്കായി ജീവിതം സമർപ്പിക്കുവാനും നീ സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. ദൈവം എന്നെ സഹായിക്കട്ടെ. മെത്രാന്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് തൻ്റെ കൂപ്പുകൈ അഭിമന്യ പിതാവിൻ്റെ കരങ്ങളിൽ അർപ്പിക്കുമ്പോൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു എന്നും രൂപതാധ്യക്ഷനോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും സഭാ അധികാരികളോടും അനുസരണവും ആദരവും പ്രകടിപ്പിക്കാമെന്നും സഭാസമക്ഷം അർത്ഥി വാഗ്ദാനം ചെയ്യുന്നു. പ്രിയമകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ അനുസരണവും ആദരവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം അവിടുന്ന് പൂർത്തിയാക്കുമാറാകട്ടെ. സകല വിശുദ്ധരോടുമുള്ള പ്രാർത്ഥനാമാല. ജീവന്റെ സമൃദ്ധിയായി രൂപാന്തരപ്പെടുവാൻ വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് സകല വിശുദ്ധരോടുമുള്ള പ്രാർത്ഥനാമാലയിൽ പ്രിയ സഹോദരരെ, പുരോഹിത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡീക്കൻ ദിനുവിൻ്റെ മേൽ സ്വർഗീയ അനുഗ്രഹം സമർത്ഥമായി വർഷിക്കുവാൻ പിതാവായ ദൈവത്തോട് സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം പ്രാർത്ഥിച്ച് അപേക്ഷിക്കാം.
കേട്ടുകൊള്ളണമേ. അങ്ങയുടെ ഈ ദാസന്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും പൗരോഹിത്യത്തിൻ്റെ പ്രാഭവവും വർഷിക്കണമേ. പുരോഹിതനായി അവരോധിക്കുന്നതിന് ഇദ്ദേഹത്തെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ അങ്ങ് ഞങ്ങളുടെ ഈ എളിയ തീരുമാനം അംഗീകരിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അതിപ്രധാനമായ ഭാഗമാണിത്. ദൈവകൃപയിൽ ആശ്രയിച്ച് മെത്രാന്റെ കൈവയ്പും പ്രതിഷ്ഠാപന പ്രാർത്ഥനയും വഴി അർത്ഥി നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിന് നിയോഗിക്കപ്പെടുന്നു. ഇപ്പോൾ മുട്ടിന്മേൽ നിൽക്കുന്ന ഡീക്കന്റെ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാ ബഹുമതികളുടെയും പദവികളുടെയും ഉറവിടമായുള്ളവനെ, അങ്ങ് പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് ഭരിക്കുന്നവനാണല്ലോ. അങ്ങയുടെ സനാതനമായ സംവിധാനമനുസരിച്ച് സമസ്ത ചരാചരങ്ങളെയും അങ്ങ് അനുക്രമമായി സൃഷ്ടിച്ച് മനുഷ്യനെ അവയുടെയെല്ലാം മകുടമായി പ്രതിഷ്ഠിച്ചു. ഞങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മേന്മ ക്രമപ്രവൃത്തമായി പ്രകാശിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് അങ്ങയുടെ സുന്ദരമായ സംവിധാനം. ഈ അനുക്രമമായ സംവിധാനം അനുസരിച്ചാണല്ലോ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ പ്രധാന ആചാര്യന്മാരെയും അവർക്ക് വിധേയരായി പുരോഹിതന്മാരെയും നിയോഗിക്കുവാൻ അങ്ങ് തിരുമനസ്സായത്. അതുപോലെ മരുഭൂമിയിൽ വെച്ച് മോശസിൻ്റെ ചൈതന്യം അദ്ദേഹത്തിൻ്റെ സഹകാരികളായ 70 ജനപ്രമാണികളിലേക്ക് അങ്ങ് പ്രസരിപ്പിച്ചു. അവരുടെ സഹായത്തോടെയാണ് മോശസ് ആ വൻപിച്ച ജനാവലിയെ നയിച്ചു പോകുന്നത്. മഹാപുരോഹിതനായ അഹ്റോന്റെ മക്കൾക്ക് അദ്ദേഹത്തിൻ്റെ അധികാരം അങ്ങ് പകർന്നു കൊടുത്തു. അങ്ങനെ അവർ രക്ഷാബലികൾ അർപ്പിക്കുന്നതിനും തിരുക്കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും പ്രാപ്തിയുള്ള പുരോഹിതന്മാരായി തീർന്നു. അതുപോലെ തന്നെ ലോകമെങ്ങും വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് അങ്ങയുടെ പ്രിയപുത്രൻ്റെ അപ്പോസ്തലന്മാർക്ക് സഹായികളായി താഴ്ന്ന പദവിയിലുള്ള സഹകാരികളെ അങ്ങ് കൽപ്പിച്ചു നൽകി. പ്രസ്തുത പ്രധാനാചാര്യന്മാരോടും മോസസിനോടും അഹ്റോനോടും അപ്പോസ്തലന്മാരോടും തുല്യപ്പെടുത്തുവാൻ ഈ എളിയ ഞങ്ങൾ അർഹരല്ല തന്നെ. അവരെ അപേക്ഷിച്ച് തീരെ ബലഹീനരായി ഞങ്ങൾക്ക് അവർക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ സഹായം കൽപ്പിച്ചു നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സർവശക്തനായ പിതാവേ, ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഈ ദാസന് പൗരോഹിത്യ പദവി കൽപ്പിച്ചറിയണമേ. ഇയാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നവീകരിക്കണമേ. അങ്ങനെ അങ്ങയുടെ കാരുണ്യത്താൽ ഇയാൾക്ക് പൗരോഹിത്യ ക്രമത്തിലെ 2ാം പദവി ലഭിക്കുമാറാകണമേ. ഇയാളുടെ പരിശുദ്ധമായ ജീവിതം ഏവർക്കും മാതൃകയായി തീരണമേ. ഇവനെ ഞങ്ങളുടെ സഹപ്രവർത്തകനാക്കണമേ. അങ്ങനെ സുവിശേഷ ദീപ്തി ലോകമെങ്ങും പരത്തുന്നതിനും എല്ലാ ജനതകളെയും ക്രിസ്തുവിൽ സംയോജിപ്പിച്ച് ദൈവത്തിൻ്റെ ഏക വിശുദ്ധ ജനമാക്കി തീർക്കുവാനും ഇയാൾ ഞങ്ങൾക്ക് സഹായകമാകുവാൻ അനുഗ്രഹമരുളണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ഇപ്പോൾ നവവൈദികന്റെ ഇടവക വികാരി റവറൻ ഫാദർ ജോസഫ് ഷാജി ഉത്തരീയം ധരിപ്പിച്ച് പൂജാവസ്ത്രങ്ങൾ അണിയിക്കുന്നു. വിശുദ്ധ കൂദാശകൾ പരികർമ്മം ചെയ്യുവാനും ഇതിനാൽ നവവൈദികൻ യോഗ്യനായിത്തീരുന്നു. പിതാവായ ദൈവം പരിശുദ്ധാത്മാവ് വഴി യേശു ക്രിസ്തുവിനെ സർവാധീശനായി അഭിഷേകം ചെയ്തു. ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിനും ക്രൈസ്തവ സമൂഹത്തെ പൗത്രീകരിക്കുന്നതിനും ക്രിസ്തുനാഥൻ നിന്നെ അർഹനാക്കി കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ജനം കൊണ്ടുവരുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന് കാഴ്ചയാകാൻ പുരോഹിതൻ കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ജനത്തിന്റെ പ്രതിനിധികളായി നവവൈദികന്റെ മാതാപിതാക്കൾ കൊണ്ടുവരുന്ന ഗോതമ്പപ്പം വച്ച തളികയും മുന്തിരിച്ചാർ നിറച്ച ചഷകവും അഭിവന്യ പിതാവ് സ്വീകരിച്ച് നവവൈദികന് നൽകിക്കൊണ്ട് അദ്ദേഹം പരികർമ്മം ചെയ്യാൻ പോകുന്ന വിശുദ്ധ കൂദാശയുടെ പാവനതയെക്കുറിച്ചും വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അനുസ്മരിപ്പിക്കുന്നു. പുരോഹിതൻ ക്രിസ്തുനാഥൻ കാഴ്ച വെച്ച്
വിശുദ്ധജനം കൊണ്ടുവന്ന ഈ കാഴ്ചകളെ നീ സ്വീകരിക്കുക. പ്രിയമകനെ, നീ കൈകാര്യം ചെയ്യുന്നത് എന്താണെന്ന് എപ്പോഴും നിനക്ക് ഓർമ്മ വേണം. പരിപാലനമായ കർമ്മങ്ങളാണ് നീ കൈകാര്യം ചെയ്യുന്നത്. നീയും പരിപാലനായിരിക്കുക. നിന്റെ ജീവിതം ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് അനുരൂപമായിരിക്കട്ടെ. സമാധാനാശംസ. അഭിമന്യ പിതാവ് നവവൈദികന് സമാധാനാശംസ നൽകി വൈദിക കൂട്ടായ്മയുടെ പവിത്രതയിലേക്കും സ്നേഹത്തിലേക്കും സൗഹാർദ്ദതയിലേക്കും സ്വീകരിക്കുന്നു. സമാധാനാശംസയ്ക്ക് ശേഷം സ്തോത്ര സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങേ പുരോഹിതർ വിശുദ്ധ അൾത്താരിയെയും അങ്ങേ ജനത്തെയും ശുശ്രൂഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഈ ബലിയുടെ ശക്തിയാൽ അങ്ങേ ദാസൻ്റെ ശുശ്രൂഷ അങ്ങേക്ക് എന്നും പ്രീതികരമായിരിക്കുവാനും അങ്ങേ സഭയിൽ എന്നെന്നും നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ കർത്താവ്
അങ്ങേ വിസ്മരണീയമായ പദ്ധതി അനുസരിച്ച് അവിടുത്തെ ഏകപൗരോഹിത്യം സഭയിലെന്നും തുടർന്നു പോകുവാൻ തിരുവുള്ളമാവുകയും ചെയ്തുവല്ലോ. എന്തെന്നാൽ അവിടുന്ന് സ്വന്തമാക്കിയ ജനത്തെ രാജകീയ പൗരോഹിത്യത്താൽ അലങ്കരിക്കുകയും അവിടുത്തെ ദിവ്യ ശുശ്രൂഷയിൽ കൈവയ്പ് വഴി പങ്കാളികളാകുവാൻ സഹോദര നിർവിശേഷമായ സ്നേഹത്താൽ മനുഷ്യരെ അവിടുന്ന് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങേ മക്കൾക്ക് പെസഹാവിരുന്നൊരുക്കിക്കൊണ്ട് അങ്ങേ നാമത്തിൽ മനുഷ്യരക്ഷയുടെ വലിയവർ നവീകരിക്കുകയും അങ്ങേ വിശുദ്ധ ജനത്തെ സ്നേഹത്തോടെ നയിക്കുകയും വചനത്താൽ പരിപോഷിപ്പിക്കുകയും കൂദാശകളാൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയെ പ്രതിയും സഹോദരരുടെ രക്ഷയ്ക്കു വേണ്ടിയും ആത്മാർപ്പണം ചെയ്ത് ക്രിസ്തുവിനോട് അനുരൂപരാകുവാനും വിശ്വാസത്തിലും സ്നേഹത്തിലും അങ്ങേക്കു നിരന്തരം സാക്ഷ്യം വഹിക്കുവാനും അവരൊന്നും പരിശ്രമിക്കുന്നു. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവൃത്തിയാലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. We
വിശ്വാസത്തിൻ്റെ രഹസ്യം. ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാനിടയാകണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസെഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ അഭിനയ പ്രിൻസസ് സാമുവൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും ഇന്ന് സഭയുടെ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട അങ്ങേ ദാസനായ ജിനുവച്ചനോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒന്നിപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. അടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് കടന്നു നിൽക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്തിൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപീകൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് ഞാൻ സമാധാനം നൽകുന്നു.
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനേ.
കർത്താവെ, ഞങ്ങൾ അർപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ദിവ്യബലി അങ്ങേ പുരോഹിതരെയും അങ്ങേ എല്ലാ ദാസരെയും ഉജ്ജീവിപ്പിക്കുമാറാകണമേ. അങ്ങനെ നിരന്തര സ്നേഹത്താൽ അങ്ങയോട് ഒന്നായി ചേർന്ന് അങ്ങേ മഹിമയ്ക്ക് സമുചിതമായ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സഭയുടെ സ്ഥാപകനും നിയന്താവുമായ ദൈവം പൗരോഹിത്യധർമ്മം വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ തൻ്റെ കൃപയാൽ നിരന്തരം നിന്നെ കാത്തുപരിപാലിക്കുമാറാകട്ടെ. അവിടുന്ന് നിന്നെ ലോകത്തിൽ ദിവ്യ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ശുശ്രൂഷകനും സാക്ഷിയും അനുരഞ്ജനത്തിൻ്റെ വിശ്വസ്ത കാർമ്മികനും ആയിത്തീരുവാൻ സഹായിക്കുമാറാകട്ടെ. അവിടുന്ന് നിന്നെ ക്രിസ്തു ശരീരത്തിൻ്റെ ഐക്യത്തിലേക്ക് കൂടുതലായി വളരുവാനും ജീവനുള്ള അപ്പവും ജീവന്റെ വചനവും വിശ്വാസികൾക്ക് നൽകുന്ന യഥാർത്ഥ ഇടയനും ആക്കി തീർക്കുമാറാകട്ടെ. ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യം അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ. അഭിവന്യ പിതാവേ,
മോൺസിഞ്ഞോർമാരെ, വന്യ വൈദികരെ, മാതാപിതാക്കളെ, ബന്ധുക്കളെ, സങ്കീർത്തനോടൊപ്പം ഞാനും പറയുന്നു, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. എൻ്റെ യോഗ്യത പരിഗണിക്കാതെ എന്നെ സ്വന്തമാക്കിയ തമ്പുരാനെ, നിനക്ക് നന്ദി. ഒരു പുരോഹിതനാകണം എന്ന സ്വപ്നവുമായി സെമിനാരിയിൽ ചെന്നപ്പോൾ സ്നേഹത്തോടെ എന്നെ സ്വീകരിക്കുകയും നാളിതുവരെ വേണ്ടത്ര പ്രോത്സാഹനവും തിരുത്തലുകളും നൽകി ഇന്ന് തൻ്റെ കൈവെപ്പ് കർമ്മത്തിലൂടെ എന്നെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുത്ത അഭിവന്യ പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി. ജീവിതത്തിൽ എന്നും പ്രചോദനം നൽകുകയും പുഞ്ചിരിയോടെ നമ്മെല്ലാം കരുതുകയും ഇന്ന് ആമുഖ സന്ദേശം നൽകിയ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജി ക്രിസ്തുദാസ് അച്ഛനും റീജിയണൽ കോർഡിനേറ്റേഴ്സിനും മറ്റെല്ലാ മോൺസിഞ്ഞോർമാർക്കും രൂപത ചാൻസലർ ഡോക്ടർ ജോസ് റാഫേൽ അച്ഛനും ഹൃദ്യമായ നന്ദി. സാന്നിധ്യം കൊണ്ട് എന്നെ അനുഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും നന്ദി. എൻ്റെ സെമിനാരി കാലയളവിൽ എൻ്റെ റിട്ടേഴ്സായിരുന്ന അച്ഛന്മാർക്കും ഫോർമേറ്റേഴ്സ്, സ്പിരിച്വൽ ഫാദേഴ്സ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റെക്ടർ ഡോക്ടർ ക്രിസ്തുദാസ് തോംസൺ, വൈസ് റെക്ടർ ഡോക്ടർ അലോഷ്യസ്, മറ്റു വൈദികർക്കും നന്ദി. എന്നെ സെമിനാരിയിലേക്ക് അയച്ച ഫാദർ CT രാജനും എന്നെ ദൈവവിളിയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ സഹായിച്ച മുൻ വികാരിമാരും, പ്രത്യേകിച്ച് എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിനായി അക്ഷീണം പ്രയത്നിച്ച് ഒരുക്കങ്ങൾ നടത്തുന്ന ഇടവക വികാരി ഫാദർ ജോസഫ് ഷാജിക്കും, ഇടവകയിൽ നിന്നും വൈദികരായ ഫാദർ ലോറൻസ്, ഫാദർ ജെയിംസ്, ബ്രദർ ഷൈജു, ബ്രദർ അജിത്, ബ്രദർ ജിജോ, ഇന്നിവിടെ ആയിരിക്കുന്ന പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും നന്ദി. എൻ്റെ ഡീക്കൻ മിനിസ്ട്രി കാലയളവിൽ ഒരു അജപാലകൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരികയും വേണ്ട പ്രോത്സാഹനം നൽകിയ ഫാദർ സ്റ്റാൻലി രാജനും വട്ടപ്പാറ ഇടവകയെ പ്രതിനിധീകരിച്ച് ഇവിടെ ആയിരിക്കുന്ന അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഭംഗിയാക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച ഈ ഇടവകയുടെ വികാരി ക്രിസ്റ്റഫർ അച്ഛനും, കമന്ററി വായിച്ച ഫാദർ ബിപിൻ രാജനും, MC ആയിരുന്ന ഫാദർ സുജിൻ, ഫാദർ അജു അലക്സ്, പട്ടത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കൂടുതൽ സഹായിച്ച ഫാദർ കിരൺ രാജ്, ഫാദർ ജിനുറോസ്, ഗായക സംഘം, ഫോട്ടോഗ്രാഫേഴ്സ്, സാൻജോ കമ്മ്യൂണിക്കേഷൻ അംഗങ്ങൾ, ഉപദേശി, മറ്റെല്ലാവർക്കും നന്ദി. ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾ പങ്കെടുത്ത നിങ്ങൾക്കും, ഇന്നേ ദിവസം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇപ്പോൾ എന്നോടുകൂടെ ആത്മീയമായി ഈ തിരുവട്ട കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞാൻ ദൈവവിളി സ്വീകരിച്ച് ഈ ജീവിതാന്തസ് തിരഞ്ഞെടുത്തപ്പോൾ ഒരു നീരസവും പറയാതെ പ്രോത്സാഹിപ്പിച്ചവരാണ് എൻ്റെ മാതാപിതാക്കൾ. എന്നെ വളർത്തി നിരന്തരം പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കരങ്ങൾ ചേർത്തുകൊണ്ട് എന്നെ സമർപ്പിച്ച പപ്പയ്ക്കും അമ്മയ്ക്കും, എപ്പോഴും എന്നെ കരുതുന്ന ചേട്ടനും ചേച്ചിക്കും, അനിയനും അനിയത്തിക്കും, റയാനും, ഇന്നിവിടെ ആയിരിക്കുന്ന ബന്ധുക്കൾക്കും, മറ്റെല്ലാ ഉപകാരികൾക്കും എല്ലാവർക്കും നന്ദി. ജീവിതത്തിൽ ആകെ ഒരു പ്രാർത്ഥന മാത്രം. ഇന്ന് ഈ ആൾത്താരയുടെ മുന്നിൽ നിന്ന് ഏറ്റെടുത്ത വാഗ്ദാനങ്ങളിൽ ജീവിത അവസാനം വരെ വിശ്വസ്തനായിരിക്കുവാനും ഈ ബലിയോടും ബലിപീഠത്തോടുമുള്ള പ്രണയം അറ്റുപോകാതിരിക്കുവാനും സർവേശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. തിരുവൾത്താരയിൽ നിനക്കായി ബലിയാകാൻ വന്നൊരു ഇടയൻ. തിരുവഴിയിൽ നിന്നു നീ അകലാതിരിക്കുവാൻ തിരുവചനം പകരുന്ന ഗുരുവാണവൻ. ആ ഇടയന്റെ കണ്ണുനീർ വീഴ്ത്തരുതേ. ആ നെഞ്ചു പിടയുവാൻ, ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ആ നെഞ്ചു പിടയുവാൻ, ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ആശകളെല്ലാം പരികർമ്മം ചെയ്ത് നിന്നെ വിശുദ്ധനായി തീർക്കുന്നവൻ. അന്ത്യനേരത്ത് ലേപനം പൂശി പറുദീസ ഒരുക്കുന്ന നല്ലിടയൻ. ആ ഇടയന്റെ കണ്ണുനീർ വീഴ്ത്തരുതേ. ആ നെഞ്ചു പിടയുവാൻ, ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ആ നെഞ്ചു പിടയുവാൻ, ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന്
ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം. അകതാരിലലിയാൻ വരുന്നു സ്നേഹം എൻ്റെ ഈശോ. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം. അകതാരിലലിയാൻ വരുന്നു സ്നേഹം എൻ്റെ ഈശോ.